ഒരു വർഷമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്ദീപ് നായർ ചൈതന്യ ക്ലിനിക്ക് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ സന്ദീപ് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത്തോളി കുടക്കല്ല് കേന്ദ്രീകരിച്ച് ഒരു വർഷമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്ദീപ് നായർ ചൈതന്യ ക്ലിനിക്ക് അതിവിശാലമായ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക ചികിത്സാ സൌകര്യത്തോടെ സജ്ജമാക്കിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ സന്ദീപ് കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. മതത്തിന്റെ വ്യത്യാസത്തോടുകൂടിയല്ല, രാഷ്ട്രീയത്തിന്റെ വ്യത്യാസത്തോടെയല്ല, നമ്മളെല്ലാവരും ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന്, ഒറ്റ മനസ്സോടുകൂടി നിന്ന് ഇതിനെ അത്തോളി ജനങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ടോടുകൂടി, ചിലപ്പോൾ പരിമിതികൾ ഉണ്ടായിരിക്കാം, ഉറപ്പായിട്ടും ആർക്കും 100% പെർഫെക്ഷൻ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ്സ് ഉണ്ടാവും. ആ നെഗറ്റീവ്സ് നല്ല രീതിയിൽ ഡോക്ടറോട് സംസാരിക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലാണ് എപ്പോൾ ഉയർച്ച ഉണ്ടാവുക. എക്സ്റേ ലാബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉദ്ഘാടനം ചെയ്തു. കൊടക്കല് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായിരുന്നു നമ്മുടെ സന്ദീപ് ഡോക്ടറുടെ ക്ലിനിക്ക് ആദ്യമായി തുടങ്ങിയത്. അന്ന് തൊട്ട് ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു ഡോക്ടർ എന്ന നിലയിൽ സ്ഥാനം നേടാൻ സന്ദീപ് ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയും, ഞാനൊക്കെ ഡോക്ടറെ അടുത്ത് പോകുന്ന ഒരാളാണ്, ഏതൊരു വ്യക്തിയും ചെന്നാൽ ഡോക്ടറുടെ സംസാര രീതി, അതുപോലെ തന്നെ രോഗി പരിചരണം എല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിനാണ് നമ്മുടെ ഡോക്ടർ സന്ദീപ് ഡോക്ടർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചത്. അവിടുന്നാണ് നമ്മളിപ്പോൾ കൊടക്കല്ലേക്ക് ഡോക്ടറുടെ ക്ലിനിക്ക് മാറിയിരിക്കുന്നത്. ഇനിയും ഡോക്ടർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇടം നേടാൻ സാധിക്കട്ടെ. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ രാമചന്ദ്രൻ, സുനിൽ കൊളക്കാട്, PM ഷാജി, സാജിദ് കോറത്ത്, അജിത് കുമാർ, ഗോപാലൻ കൊല്ലോത്ത് എന്നിവർ സന്നിഹിതരായി. VK അർച്ചന സ്വാഗതവും ഡോക്ടർ സന്ദീപ് നായർ നന്ദിയും പറഞ്ഞു. ഈ നാട്ടുകാരെല്ലാവരും കൂടി ഇന്ന് ഇവിടെ വന്നതിന്, സ്പെഷ്യലി സന്ദീപ് കുഞ്ഞിക്കണ്ണൻ സാറ് എൻ്റെ ഒരു ബ്രദറായിട്ട്, എൻ്റെ ഒരു മെൻറ്ററായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ ലൈഫിലാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാപനം കൊണ്ടുപോയിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറേ പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ ചോദിക്കാനും എന്നെ ഗൈഡ് ചെയ്യാനും അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സന്ദീപ് സർ, താങ്ക് യു സർ വൺസ് അഗെയിൻ ഫോർ കമ്മിങ്. ആൻഡ് എല്ലാവർക്കും അറിയാം, എനിക്ക് മലയാളം അത്രയും സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ, സ്പീച്ച് തരാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് പേഷ്യന്റിനെ, രോഗികളെ നോക്കുന്ന പോലെ അല്ല ഒരു സ്പീച്ച് തരുന്നത്. ഒരു ഇത് അത്രയും ഞാൻ ഇന്ന് ഭയങ്കര ഇമോഷണൽ ഒരു ഡേ ആണ്. പക്ഷെ ഈ വന്ന നാട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ മുന്നോട്ട് ആ വിശ്വാസം നിങ്ങളുടെ തകർക്കാതെ ഇനിയും മുന്നോട്ട് ഇത് നല്ല നിലയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകൾ ചുരുക്കത്തിൽ.